CPI നയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മുടെ വിഷയം അതായതുകൊണ്ട് അതുകൊണ്ടാണ് നേരത്തെ താങ്കളോട് പറയാനുള്ള മറുപടി അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇവിടെ CPI നയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ ഉറച്ചു നിൽക്കൽ എത്ര ദിവസം കൂടിയാണ് എന്നതുകൂടി നമ്മൾ നോക്കണം. മറ്റന്നാൾ തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇന്ന് ഒക്ടോബർ 25. ഒക്ടോബർ 27 വരെയുള്ള വലിയ നയപ്രഖ്യാപനവും നിലപാടും മാത്രമേ ഉള്ളൂ CPIക്ക് എന്നതാണ് കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നത്. CPIക്ക് ഉണ്ടായ ഒരു മാനഹാനിയിൽ, അവരുടെ അഭിമാനക്ഷതത്തിൽ ഞാൻ ഇന്നലെ തന്നെ അവർക്ക് അനുശോചനം അറിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. അവർക്കുണ്ടായത് വലിയ മാനക്കേടാണ്. അതിൽ കേരളത്തിൽ ഒരാൾക്കും എതിരഭിപ്രായം ഉണ്ടാകില്ല. ഒരു പാർട്ടിയൊക്കെ ഇങ്ങനെ കൂടെ നിർത്തി ഇങ്ങനെ അപമാനിക്കണോ, നിർത്തി അങ്ങ് അപമാനിക്കുവാന്നേ എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് CPIയുടെ കാര്യം. കാരണം അവരൊപ്പം ഇരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും അവരോട് ഒരു വാക്ക് ഉരിയാടിയില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ MN സ്മാരകത്തിലേക്ക് ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കണ്ട ആ കൂടിക്കാഴ്ച, അത് 16-ാം തീയതി ഈ പേപ്പർ കയ്യിലേക്ക് വന്നതിന് ശേഷം, 16-ാം തീയതിയാണ് ഡൽഹിയിൽ ഈ പേപ്പർ തയ്യാറാക്കിയത്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പോൾ 16-ാം തീയതി തയ്യാറാക്കിയ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്പൊക്കെ ചാർത്തിക്കഴിഞ്ഞ് അത് കേരളത്തിലേക്ക് വരികയാണല്ലോ. അപ്പോൾ വരുന്ന വേളയിൽ 17-നോ 18-നോ എപ്പോഴാണെന്ന് വെച്ചാൽ അതൊന്ന് പറയാമല്ലോ. അതൊന്ന് പറയാതിരിക്കുകയും അത് അറിയിക്കാതിരിക്കുകയും ഈ MOU ഇത് നമ്മളെല്ലാവരും കാണുന്ന സമയത്ത് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്, വലിയ നാണക്കേടാണ് CPIക്ക് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ ഇവരുടെ ഈ നയത്തിൽ ഉറച്ച നിലപാട് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നത് നോക്കിക്കഴിഞ്ഞാൽ മാറ്റാനാണ് എന്നുണ്ടെങ്കിൽ ഈ MOU ഒപ്പിടുന്നതിന് മുൻപേ ഈ ചർച്ച നടത്തും. കാരണം നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ CPIക്ക് എതിർപ്പുള്ള വിഷയമാണ് എന്നത് CPIM-നും സർക്കാരിനും അറിയാത്തതൊന്നുമല്ല. അപ്പോൾ CPIയുടെ എതിർപ്പ് തുടരുമെന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. ആ എതിർപ്പ് അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഈ MOUയിൽ ഒപ്പിട്ടത് എന്നത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഭിപ്രായം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. കാരണം PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വാങ്ങിയെടുക്കുക, അതിലൂടെ SSAയിൽ മുടങ്ങിക്കിടക്കുന്ന ഫണ്ട് കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അത് തന്നെയായിരുന്നു സർക്കാരിന്റെ നയം. ആ നയം സർക്കാർ സ്വീകരിച്ചത് അത് വിദ്യാലയങ്ങളുടെ അടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിനടക്കം വിനിയോഗിക്കേണ്ട ഫണ്ടാണ്, വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ട ഫണ്ടാണ്. അതിങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് 2.5 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്നു. അത് ഇനിയും ഈ സർക്കാർ പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ അടുത്ത സർക്കാർ, ഇതേ സർക്കാർ തന്നെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ രൂപീകരിക്കുകയോ ചെയ്യുന്നതായിരിക്കുമല്ലോ നമ്മൾ മെയ് മാസത്തിൽ കാണുക. അപ്പോൾ അതിനു മുൻപ് ചെയ്യാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫണ്ട് വാങ്ങിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനെ നമ്മൾ പോസിറ്റീവായി കാണണം. ക്രിറ്റിസിസം നല്ലതാണ്, പക്ഷേ സർക്കാർ ചെയ്തത് മുഴുവൻ തെറ്റാണ്. പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പിണറായി വിജയൻ അങ്ങ് എല്ലാം കയ്യിലടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം അതൊരു വിമർശനത്തിന് വേണ്ടി നമുക്ക് പറയാമെങ്കിലും ഈ വിഷയത്തിൽ പിണറായി വിജയന് ഇതുകൊണ്ട് എന്താണ് മെച്ചം? പിണറായി വിജയന്റെ മക്കളൊന്നും സ്കൂളിൽ പഠിക്കുന്നില്ല. രണ്ടുപേരും, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരും പ്രായപൂർത്തിയായവരും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ്. ഒരാൾ എക്സാലോജിക്ക് കമ്പനി നടത്തി, ഇപ്പോൾ അത് പൂട്ടി വീട്ടിലാണ്. അതോടൊപ്പം തന്നെ മകൻ ജോലി ചെയ്യുന്നു, വിദേശത്താണ്. അപ്പോൾ അവർക്കൊന്നും എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ മക്കൾക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്ന അങ്ങനെയൊന്നുമല്ല. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തതൊന്നുമല്ല. വിദ്യാഭ്യാസ മന്ത്രിയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്ത ഒരു ഫണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി എടുത്ത ഫണ്ടോ അല്ല. പിന്നെയുള്ള ഒരു വാദം, പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്ന ഒരു വാദമായിരിക്കും നിങ്ങളുമൊക്കെ ഒരു വിമർശനത്തിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. അതായത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതിയിൽ ഒപ്പിടുന്നു, അല്ലെങ്കിൽ ഈ പദ്ധതി അല്ല ഈ ഒറ്റ അഭിപ്രായമുള്ളൂ. ഇതിനകത്ത് ഇങ്ങനൊരു നയമാറ്റം വരുമ്പോൾ അത് പാർട്ടിയോടും പാർട്ടിയിലെ ആലോചിച്ചില്ല എന്നത് അണികളോടും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനൊരു വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറയാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതാക്കൾക്കുണ്ട്. ഓക്കെ, ആ ചർച്ചകൾ നടക്കണം. കാരണം ഒന്നിച്ചിരിക്കുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, തൊട്ടടുത്താണല്ലോ 4 പേരിരിക്കുന്നത്. GR അനിലിനെയൊക്കെ ഇന്ന് ചേർത്ത് നിർത്തി ഇരുതോളിലും കൈയിട്ടുകൊണ്ടുള്ള ഒരു പടമൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പോസ്റ്റ് ചെയ്തത്. ആ പടത്തിലുള്ള ആ ഒരു ചേർത്ത് നിർത്തൽ അത് ഈ MOU വന്നപ്പോഴായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. അവിടെയാണ് എൻ്റെ അഭിപ്രായം നിൽക്കുന്നത്. ഈ MOU വന്നപ്പോൾ കാണിക്കാത്ത ചേർത്ത് നിർത്തലാണ് ഇന്നിപ്പോൾ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ വിവാദമായി CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും സെറ്റിൽ ഡൗൺ ചെയ്യണം എന്ന് മുഖ്യമന്ത്രി തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ നേരിട്ട് പോയി ബിനോയ് വിശ്വത്തെ കണ്ടത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ്. നാളത്തെ ദിവസം, നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് ഇവർ ഈ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ചേരുന്നത് 27-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ നേരത്തെ മന്ത്രിമാരെ പിൻവലിച്ച കാനത്തിന്റെ തീരുമാനം അതിന്റെ ഒരു റിപ്പീറ്റ് ആയിരിക്കും നമ്മൾ കാണുക എന്നതാണ് ഒരു കാര്യമായി നമ്മുടെ മുന്നിലുള്ളത്. മന്ത്രിമാർ ഇനി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേകിച്ച് പോയിരുന്നിട്ടും ഒരു പ്രയോജനവുമില്ല. കഴിഞ്ഞ ദിവസം K രാജൻ ഈ PM ശ്രീ വിഷയത്തിൽ എതിർപ്പുന്നയിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനൊരു മറുപടിയും കൊടുക്കാതെ അവഗണിക്കുകയാണ് ചെയ്തത് എന്നതുകൂടി കേൾക്കുന്നു. എന്തായാലും K രാജൻ അക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ നടന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവിടെ CPI ചെന്നുപെട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഊരാക്കുടുക്കിലാണ്. CPIക്ക് ഇപ്പോൾ ഈ കയ്പ് രസം ഇതിങ്ങനെ കുടിച്ചിറക്കി ഈ കയ്പോടുകൂടി തങ്ങൾ PM ശ്രീയെക്കുറിച്ച് പറഞ്ഞതെല്ലാം എന്റെ നിലപാടൊക്കെ മാറി എന്ന് V ശിവൻകുട്ടി പറഞ്ഞതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ബിനോയ് വിശ്വത്തിനോ അല്ലെങ്കിൽ CPIയുടെ ഭാഗമായി മന്ത്രിസഭയിലുള്ള 4 മന്ത്രിമാർക്കോ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ
തൊണ്ട തൊടാതെ ഇതെല്ലാം വിഴുങ്ങിക്കൊണ്ട് മുന്നണിയിൽ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ നാണക്കേടാണ്. വലിയ നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ആദർശധീരരാണ്, നിങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി എന്ന് തിരിച്ചുറപ്പായും ചോദിക്കും UDF. ഇതൊരു തെരഞ്ഞെടുപ്പ് ചോദ്യമായി മുന്നിൽ നിൽക്കും. നിങ്ങളുടെ അസ്തിത്വം എവിടെയാണ്? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് CPIക്ക് നേരിടേണ്ടി വരും. മറ്റൊരു ഓപ്ഷൻ മുന്നിലുള്ളത് ഈ മന്ത്രിമാരെ പിൻവലിക്കുന്നതിനപ്പുറമുള്ളത് ഒരു അവരെ സംബന്ധിച്ചോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്ഷനാണ്, അത് മുന്നണി വിടുക എന്നതാണ്. മുന്നണി വിട്ടാൽ സ്വീകരിക്കാനായി ഇപ്പുറത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. പക്ഷേ UDFിലേക്ക് ചെന്നാൽ UDFിൽ ഈ രണ്ടാം കക്ഷി പരിഗണന കിട്ടുമോ? അവിടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് അതിന് പൂർണ്ണമായും സമ്മതിക്കുമോ? ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങി നിന്നോളാം, നിങ്ങൾ CPI കൊണ്ടുവന്ന് 2-ാം സ്ഥാനത്ത് വെച്ചോളൂ എന്ന് ലീഗ് പറയുമോ? UDFിലേക്കുള്ള ഒരു ചാട്ടം അല്ലെങ്കിൽ ഈ മുന്നണി മാറ്റം എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമാണ്. ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഈ മന്ത്രിമാരെയൊക്കെ പിൻവലിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങാം. അതല്ല എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ മുന്നണി വിടുക എന്നതാണ്. ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് 1980 പിന്നിലേക്ക് ചിന്തിക്കണം. 1980 പിന്നിലേക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF രൂപീകരിക്കുന്നതിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു പോവുക. അത് CPIക്ക് ശരിക്കും നേട്ടമുണ്ടായിരുന്നതാണ്. മുഖ്യമന്ത്രി അടക്കം കിട്ടിയ ഒരു പാർട്ടിയാണ് CPI. LDFിൽ വന്നതിന് ശേഷം CPIക്ക് എന്താണ് കിട്ടിയത് അതുകൂടി നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ഒരു നെയിംസേക്ക് ആയിട്ടുള്ള ഒരു നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി, അതേ ഉള്ളൂ CPIയുടെ ഒരു എക്സിസ്റ്റൻസ്. നിലവിൽ ദേശീയ രാഷ്ട്രീയം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ CPI BJPയെ നേരിട്ട് വെല്ലുവിളിക്കാനുള്ള ഒരു ശക്തിയും ഇല്ലാതെ നിൽക്കുന്ന പാർട്ടിയാണ്. അത് ദേശീയ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആണ്. ആകെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അധികാരമുള്ള ഒരു ഇടതു മുന്നണിയുടെ ഭാഗമാണ് CPI. അപ്പോൾ CPIക്ക് തങ്ങൾ എന്താണെന്നും തങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും തങ്ങളുടെ വലിപ്പം എത്രയാണെന്നും D രാജയ്ക്ക് എന്തായാലും നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ ബിനോയ് വിശ്വത്തിന് എത്രത്തോളം അറിയാമെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. എന്തായാലും ഒരു കടുത്ത വിയോജനക്കുറിപ്പിനപ്പുറം 27-ാം തീയതി എന്ത് ചെയ്യാൻ കഴിയും CPIക്ക്, ബിനോയ് വിശ്വത്തിന് എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇന്നിപ്പോൾ വി ശിവൻകുട്ടി എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം ഇവർ ഒന്നിച്ചെടുത്തതാണ്. പക്ഷേ ഈ ശരിയാക്കൽ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ശരിയാക്കിയാൽ നാട്ടുകാരും പ്രതിപക്ഷവും ഒക്കെ തങ്ങളെ കളിയാക്കില്ലേ എന്ന ഒരു സംശയം മനസ്സിലുള്ളത് കൊണ്ടാകും പതുക്കെ ശരിയാക്കാനായിട്ടത് ഇങ്ങനെ മാറ്റി നീട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു കടുത്ത വിയോജനക്കുറിപ്പിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് CPI കടക്കുമോ എന്നുള്ളത് നമുക്ക് 27-ാം തീയതി എന്തായാലും അറിയാം. ഇവിടെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, അതായത് ഞങ്ങൾ മന്ത്രിമാരെ ഒന്നും മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല, സർക്കാരിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPIക്ക് അത്രത്തോളം സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. വിതൗട്ട് പവർ CPIക്ക് എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫണ്ട് മൊബിലൈസേഷൻ സാധ്യമാവുക എന്ന ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒപ്പം LDFിന്റെ ഒപ്പം ആയിരുന്നപ്പോൾ LDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം CPIയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അവർക്ക് മന്ത്രിമാരുണ്ട്, അധികാരത്തിന്റെ ഭാഗമാണ്. ആ രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കലും അവർക്ക് നടക്കും. പക്ഷേ അധികാരത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുനിന്നാൽ 2 ടേമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFിനൊപ്പം നിന്നാൽ പെട്ടെന്ന് ഈ ഫണ്ട് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് അതിനകം തന്നെ UDFിന് തന്നെ ഫണ്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. വിദേശത്തു നിന്നൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ള 2 ടേമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFിന് അതിൻ്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ CPIയുടെ അവസ്ഥ കയ്യിലുള്ളതും കൂടെ പോകും എന്നുള്ളതാകുമോ എന്നുള്ള ഒരു ആശങ്കയും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ CPIയുടെ നാശം എപ്പോഴാണ് തുടങ്ങിയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരാവസ്ഥയുടെ കാലം തൊട്ട് നമ്മൾ പറഞ്ഞു പോകണം. 1975-77 ആദ്യം എടുത്ത നിലപാട് എന്താണ്? വലിയ നിലപാട് വീരന്മാരെന്ന് പറയുന്ന CPI അന്ന് ആദ്യം എടുത്ത നിലപാട് എന്താണ് ജിമ്മി സാറേ? അന്ന് അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഓപ്പൺ എൻഡോഴ്സ്മെന്റിലേക്ക് പോയത് ഈ CPI തന്നെയല്ലേ? അതിനുശേഷം 79-ലെ നിലപാട് മാറ്റുന്നത് ഞങ്ങൾ CPIനൊപ്പമാണ്, CPIന്റെ നിലപാടാണ്. അതായത് പിളരുന്നതിന് മുമ്പേയുള്ള ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന CPI അന്ന് എടുത്ത ഓപ്പൺ എൻഡോഴ്സ്മെന്റ് ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിലും എല്ലാം അടയാളപ്പെടുത്തപ്പെട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കേമന്മാരാന്ന് പറയുന്നവർ അന്ന് അടികൊണ്ട് ചവിട്ടുകൊണ്ട് ഒക്കെ പോയ പിണറായി വിജയനെയും കൂട്ടരെയും പറയാനും മാത്രം ഒന്നും അത്രയ്ക്ക് മേനി നടിക്കാനായിട്ടൊന്നും ഇല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അടിയന്തരാവസ്ഥയൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. കണ്ണൂരിലെ സഖാക്കൾക്കൊക്കെ അത് നന്നായിട്ട് ഇപ്പോൾ ഓർമ്മയും ഉണ്ടാകും. അപ്പോൾ ഈ നിലപാട് മാറ്റി CPIനൊപ്പം ചേരുന്നു. അതിനുശേഷം LDFിന്റെ ഭാഗമാകുന്നു. ഈ LDFിൽ ചേർന്നതിന് ശേഷമുള്ള അവരുടെ കഴിഞ്ഞ 1980 മുതൽ 2025 വരെയുള്ള ഒരു ക്രോണോളജി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പാർട്ടി പിളർപ്പിന്റെ സമയത്ത് ജിമ്മി സാറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ, തലപ്പൊക്കമുള്ള നേതാക്കളെല്ലാം CPIക്ക് കിട്ടി, എന്നാൽ കേഡേഴ്സ് എല്ലാം CPIയുടെ കൂടെ പോയി. അന്നില്ല, ഓക്കെ, ഞാൻ വിചാരിച്ച താങ്കളുണ്ടെന്ന്. എന്തായാലും ഞാനില്ല, എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ 1964 ഈ പാർട്ടി പിളർപ്പിൽ തലപ്പൊക്കമുള്ള നേതാക്കളെ കിട്ടിയ CPIക്ക് അതേ തലപ്പൊക്കം അന്നത്തെ ആ നേതാക്കൾക്കുള്ള അതേ, ഞാൻ തമാശ പറഞ്ഞു കേട്ടോ, ജിമ്മി സാറൊക്കെ വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ തലപ്പൊക്കമുള്ള നേതാക്കൾ കൂടെ ഉണ്ടായിരുന്ന CPIക്ക് മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടിയുടെ ആ തലപ്പൊക്കം എന്ന് പറയുന്നത് ഒരു വാലറ്റമായി ശോഷിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPIക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീർണത ആ പാർട്ടിയുടെ നേതൃനിരയിലടക്കം നമുക്ക് കാണാം. നേരത്തെ വെളിയമൊക്കെ എടുത്ത ഒരു നിലപാട് ഇന്ന് ബിനോയ് വിശ്വത്തിന് എടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കുറച്ചെങ്കിലും സാധിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാനായിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് ബിനോയ് വിശ്വം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു ചിന്ത കൂടി ഉണ്ടാകും മാഡം. കോൺഗ്രസിനൊപ്പം
1980 മുമ്പത്തെ അന്ന് തുടർന്നിരുന്നത് പോലെ ഇന്നും തുടർന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമായനെ, കുറച്ചുകൂടി റെസ്പെക്ട് ഒക്കെ കിട്ടിയേനെ എന്നൊരു തോന്നലും CPI-യിലെ മുതിർന്ന നേതാക്കളിൽ ചിലർക്കെങ്കിലും, പ്രായമായ പ്രവർത്തകരിൽ ചിലർക്കെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ബംഗാളിലും കേരളത്തിലുമൊക്കെ വാലറ്റത്താണ് ഇപ്പോൾ സ്ഥാനമെന്നുള്ളത് വ്യക്തമാണ്. ഈ ഒരു വിഷയത്തോടെ നയത്തിൽ എത്ര ഉറച്ചു നിന്നാലും CPIM കൊടുക്കുന്ന വാല്യൂ എത്രയാണ് എന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് CPIക്ക് ഒരു പൊളിറ്റിക്കൽ ഡിസ്ഗ്രേസ് ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. Meet the editors.